ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് എല്ലാ വെള്ളവും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം നമ്മളെ ബാറ്റർ കുറച്ച് ലൂസായി പോകും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് തിക്കിൽ വേണം ഈ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പൂണിന് പകരം കൈ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം നമ്മളെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ലൂസാകാനും പാടില്ല, എന്നാൽ അധികം കട്ടിക്കും പാടില്ല. ഈ ഒരു തിക്കിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറന്നു പോകാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്കിതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏലക്കായ് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിതിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് വട്ടത്തിൽ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ഒരു പഴം ഈ ബാറ്ററിലോട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ ഒരു പഴത്തിനൊക്കും അതേപോലെ ഒരു മുട്ടക്കൊക്കെ കുറേ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.